പണത്തെപ്പറ്റി പറയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ്. ജനസംഖ്യയിൽ ഏകദേശം 7% വരുന്ന ആളുകളാണ് ലോകത്തിലെ സമ്പത്തിന്റെ 3/4 കൈവശം വച്ചിരിക്കുന്നത്. അവർ തന്നെയാണ് ബാക്കി വരുന്ന 90% ആളുകൾ എന്ത് ചെയ്യണമെന്ന് വരെ തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ പലർക്കും സ്ഥിരമായ വരുമാനം ലഭിക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനും കഴിയുന്നുണ്ട്. പക്ഷേ അതിന്റെ അവസാനം പലരും സാമ്പത്തികമായി ശൂന്യരായി മാറുന്നു. കിട്ടുന്ന പണത്തെ ശരിയായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. സ്കൂളിലും കോളേജിലും നമ്മൾ ഗണിതം, സയൻസ്, ഭാഷകൾ എല്ലാം പഠിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വളർത്തണം എന്നതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടുതലായും കൺസംഷൻ മൈൻഡ്സെറ്റ് വളർത്തുന്നതിലാണ് പ്രവർത്തിക്കുന്നത്. പണം എങ്ങനെ ചെലവഴിക്കണം എന്നത് നമ്മൾ പഠിക്കുന്നു, പക്ഷേ അത് എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് പഠിപ്പിക്കുന്നില്ല. റിസ്ക് എടുക്കാൻ പഠിപ്പിക്കുന്നില്ല. പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനോ പുതിയ സിസ്റ്റങ്ങൾ നിർമ്മിക്കാനോ പരിശീലിപ്പിക്കുന്നില്ല. ഇവിടെ പഠിപ്പിക്കുന്നത് പ്രധാനമായും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ്. അതിനാൽ തന്നെ ഇന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ളവരും പോലും സാമ്പത്തികമായ ഞെരുക്കത്തിൽ കഴിയുന്നത് കാണാം. ലോൺ, ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, അനാവശ്യ ചെലവുകൾ ഇവയൊക്കെയാണ് പലരെയും സാമ്പത്തികമായി പിന്നോട്ട് തള്ളുന്നത്. ശമ്പളം കൂടുമ്പോൾ ചെലവുകളും കൂടുന്നു. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. പുതിയ ഫോൺ, പുതിയ വാഹനങ്ങൾ, കൂടുതൽ ചെലവുകൾ, എന്നാൽ സേവിങ്സ് ഇല്ല. അവസാനം എത്ര സമ്പാദിച്ചാലും തികയാത്ത അവസ്ഥ. പലർക്കും തോന്നുന്നത് കൂടുതൽ പണം സമ്പാദിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്, നിങ്ങൾ എങ്ങനെ ആ പണം മാനേജ് ചെയ്യുന്നു എന്നതാണ്. സേവിങ്സ് കൊണ്ട് മാത്രം സമ്പന്നനാകാൻ കഴിയില്ല. ഇൻഫ്ലേഷൻ കാരണം പണത്തിന്റെ മൂല്യം കുറയുന്നു. അതിനാൽ പണം ബാങ്കിൽ വെച്ചിരിക്കാതെ അത് ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തണം. പണം നമ്മൾക്കായി പ്രവർത്തിക്കണം. ഇതാണ് സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വലിയ വ്യത്യാസം. മറ്റൊരു പ്രധാന കാര്യം, എല്ലാ കടവും മോശമല്ല. ചില കടങ്ങൾ നല്ലതായിരിക്കും. ഉദാഹരണത്തിന് ബിസിനസ് തുടങ്ങാനെടുത്ത ലോൺ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ അനാവശ്യ ചെലവുകൾക്കായി എടുത്ത കടങ്ങൾ, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, നമ്മെ സാമ്പത്തികമായി തകർക്കും. അതിനാൽ നല്ല കടവും മോശം കടവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം വരും, എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? അതിന്റെ ഉത്തരം സാധിക്കും. കാരണം നമ്മൾ ഏകദേശം 24 വർഷത്തോളം പഠിച്ചിട്ടാണ് ഒരു ജോലി നേടുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സും ഒരു പഠന പ്രക്രിയയാണ്. ഒരിക്കൽ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ നിർത്തേണ്ട കാര്യമല്ല. വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോഴാണ് അനുഭവം ലഭിക്കുന്നത്. ആ അനുഭവം തന്നെയാണ് ഒരു ദിവസം വിജയത്തിലേക്ക് നയിക്കുന്നത്. ബിസിനസ് ചെയ്ത് പരിചയമായാൽ മാത്രമാണ് അതിൽ നിന്ന് ഇൻകം ജനറേഷൻ സാധിക്കുക. ഇതിനായി സ്കൂൾ തലത്തിൽ തന്നെ സാമ്പത്തിക വിദ്യാഭ്യാസം നൽകേണ്ടത് അനിവാര്യമാണ്. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഒരു ആശയം ബിസിനസ്സായി മാറ്റണം, ഇവയെല്ലാം പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അത് പഠിക്കേണ്ടതാണ്. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കോഴ്സുകൾ പഠിക്കുക, യൂട്യൂബ്, സോഷ്യൽ മീഡിയ വഴി അറിവ് സമ്പാദിക്കുക, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. ഇവയാണ് ഇന്നത്തെ യഥാർത്ഥ വിദ്യാഭ്യാസം. ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ അവൻ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനമെടുക്കണം. ആദ്യപടി പുതിയൊരു സ്കില്ല് പഠിക്കുക. ഓരോ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അതിനായി മാറ്റിവെക്കണം. തുടർച്ചയാണ് ഇവിടെ വിജയത്തിന്റെ രഹസ്യം. ചെറിയ സമയം പോലെ തോന്നിയാലും അത് ജീവിതം തന്നെ മാറ്റാൻ കഴിയും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വെറും സമയം കളയാനുള്ള ഉപകരണം മാത്രമല്ല, അതൊരു ശക്തമായ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അതിനെ ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നേടാനും പുതിയ സ്കിൽസ് പഠിക്കാനും പോലും ഒരു ബിസിനസ് തുടങ്ങാനും കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് നിങ്ങളുടെ ഫലത്തെ നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൽ നിന്നൊരു ഭാഗമെങ്കിലും ഇൻവെസ്റ്റ്മെന്റിനായി മാറ്റിവെക്കാൻ ശ്രമിക്കണം. ചെറിയ തുകയായാലും തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്താൽ അത് കാലക്രമേണ വലിയ സമ്പത്തായി മാറും. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി. സമയം കൂടുമ്പോൾ പണം സ്വയം വളരാൻ തുടങ്ങും. അവസാനം ഓർക്കേണ്ടത് ഒന്നു മാത്രം, വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ചെറിയ ചെറിയ ശീലങ്ങൾ സ്ഥിരതയോടെ പിന്തുടരുമ്പോഴാണ് വലിയ വിജയം നേടാൻ കഴിയുക. നിങ്ങൾ ഇന്നെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ തന്നെയാണ് നാളത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ നിർണ്ണയിക്കുന്നത്. ഒരു കൽക്കരി എങ്ങനെ കാലക്രമേണ വജ്രമാകുന്നുവോ അതുപോലെ തന്നെ ഒരു സാധാരണ വ്യക്തിക്കും സ്ഥിരതയുള്ള പരിശ്രമവും ശരിയായ ദിശയിലുള്ള പ്രവർത്തനവുമുണ്ടെങ്കിൽ അസാധാരണ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. പണം നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കരുത്, എന്നാൽ ആ പണത്തെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കണം.